പ്രിയമുള്ളവരെ, പോസിറ്റീവ് 60+ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. പ്രായമായ ഞങ്ങളുടെ ഈ സംരംഭത്തിൽ സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. തുടർന്നും പുതിയ യൂട്യൂബ് വീഡിയോസ് ഇടുമ്പോൾ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഞാനും എൻ്റെ വൈഫും കൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹോൾ ചിക്കൻ റോസ്റ്റ്, കോഴി മുഴുവനായി റോസ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനായി ഒരു കോഴി തൊലി പൊളിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1.8 kg വെയിറ്റുള്ള ഒരു കോഴി തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായി വൃത്തിയാക്കി കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ഫോർക്ക് കൊണ്ട് ഹോൾ ഇടണം. ശരിക്കും കുത്തി മസാല കയറാൻ വേണ്ടി നല്ലതായിട്ട് കുത്തി കൊടുക്കണം. അങ്ങനെ കുത്തി ഹോൾ ഇടുക. ഞാനിത് ഈ ചിക്കൻ റോസ്റ്റ് ഒരു 3-4 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രുചിയായിരുന്നു. അതുകൊണ്ടാണ് ഇത് വീഡിയോ ആക്കി മറ്റുള്ളവർക്കൂടെ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇടാമെന്ന് കരുതിയത്. നല്ലതായിട്ട് കുത്തി നല്ലതായിട്ട് ഹോൾസ് ഇടണം. എന്നാലേ സ്പൈസ് എല്ലാം കയറി നന്നായിട്ട് എരിവും ഉപ്പും ഒക്കെ പിടിക്കുള്ളൂ. പിന്നെ നമ്മുടെ വീടുകളിൽ ഉള്ള ഐറ്റംസ് അല്ലാതെ മറ്റു വലിയ കൂടിയ ഐറ്റംസ് ഒന്നും വേണ്ട. അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. വലിയ ബുദ്ധിമുട്ടില്ലാതെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പാചകമാണ്. ഓക്കെ, ഇതിപ്പോൾ അതിന് ഞാൻ കുത്തിയിട്ടുണ്ട്. അതിന് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, മാരിനേറ്റ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരു സബോള, വലിയ വലുതല്ല, ഒരു ചെറിയ ഒരു സബോളയാണ്. അത് ക്യൂബ്സായിട്ട് കണ്ടിട്ടിട്ടുണ്ട്. പകുതി കാപ്സിക്കം അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക്, ഇത് കരിവേപ്പില, ഇത് മല്ലിയിലയും പുതിന ഇലയും. അതിലേക്ക് പിന്നെ വേണ്ടത് ഇത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. ഇപ്പം കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ ഇട്ടു. ഉപ്പ് 1 ടീസ്പൂൺ ഇട്ടു. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടു. പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ. ഇത് പെപ്പറാണ്, പെപ്പർ 1 ടീസ്പൂൺ. ബ്ലാക്ക് പെപ്പർ, നമ്മുടെ കുരുമുളക് പൊടി. പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ. ഇതെല്ലാം ഞാൻ നേരത്തെ തന്നെ എടുത്തൊരു പ്ലേറ്റിലാക്കി വെച്ചിരുന്നതാണ്, നമുക്ക് ഇടാനുള്ള സൗകര്യത്തിന് വേണ്ടി. ഇത് പിന്നെ ടിക്ക പൗഡർ 1 സ്പൂണ്, അത് വീട്ടിലുള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ മന്തി പൗഡറായ മന്തിക്കുള്ള മസാലയായാലും മതി 1 ടീസ്പൂണ്. കൂടാതെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ആഡ് ചെയ്യണം. അത് ഞാൻ കാണിച്ചിട്ടില്ല. നാരങ്ങ നീര് 1.5 നാരങ്ങയുടെ നീര് കൂടെ ചേർക്കുക. ഞാൻ ആ ഇട്ട വെജിറ്റബിൾസും ലീഫും മസാലയും കൂടെ ശരിക്ക് മിക്സ് ചെയ്യുകയാണ്. ഇനി അതിലേക്ക് നമ്മളുടെ കോഴി വെച്ച് അതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിക്ക് തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ ഒരു വിധം ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മിനിമം ഒരു 3-4 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 4 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് വറക്കാൻ. മാരിനേറ്റ് ചെയ്ത കോഴിയാണ് ഇത്. ഞങ്ങൾ
ഒരു 2-3 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. അതിനുശേഷം ഒരു 5 മണിക്കൂർ കഴിഞ്ഞ് ഇത് ഫ്രൈ ചെയ്യുന്നുള്ളൂ. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. കോഴി ലോ ഫ്ലെയിമിൽ 4 വശവും ഒരു 10-15 മിനിറ്റ് വീതം ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഗ്യാസ് കത്തിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു ശകലം എണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം കോഴി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കോഴി ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. 4 വശവും ഒരു 10 മിനിറ്റ് വീതം ഫ്രൈ ചെയ്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് വീതം വീണ്ടും എല്ലാ വശം വയ്ക്കുമ്പോൾ മൊത്തത്തിൽ ഒരു മണിക്കൂറാവും ഇത് മൊത്തം ഫ്രൈ ചെയ്ത് വിടുമ്പം. കാരണം ലോ ഫ്ലെയിമിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ട്, കുറച്ച് സമയം കൂടുതൽ എടുക്കും. അപ്പം എല്ലാം കൂടെ 1 മണിക്കൂർ ആവും. ഇപ്പം ഒരു ചൂടായിട്ടുണ്ട്. ഞാൻ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചുറ്റിക്കുകയാണ്. ഒരു സ്പൂണേ ഉള്ളൂ. ഇനി അതിലേക്ക് നമ്മുടെ കോഴി എടുത്ത് വെക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ലോ ഫ്ലെയിം ആക്കുകയാണ്. എന്നിട്ട് അടച്ചു വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ ലോ ഫ്ലെയിം ആക്കി അടച്ചു വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത സൈഡിലേക്ക് മാറ്റി. ഞാൻ വീണ്ടും മറിച്ചിടാൻ പോവുകയാണ്. ഇപ്പോൾ 2 വശം ഓൾറെഡി മറിച്ചിട്ട് 3-ാമത്തെ വശം മറിച്ചിടാൻ പോവുകയാണ്. മറിച്ചിട്ട് കഴിഞ്ഞു. ഇനിയിപ്പം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ ഫൈനൽ ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു പിടി കാഷ്യൂനട്ട് വെള്ളത്തിലിടുക. വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ ഫൈനലായിട്ട് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ആ കാഷ്യൂനട്ട് അരച്ചത് അതിൻ്റെ മുകളിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അല്പം ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി 3-ാമത്തെ സൈഡ് കഴിച്ചിരിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾ 4-ാമത്തെ വശം തിരിച്ചിടാൻ പോവാണ്. ഒരുവിധം വെന്തിട്ടുണ്ട്. അധികം താമസിയാതെ നമുക്ക് ഇപ്പോൾ വാങ്ങാം. അതിനു മുമ്പ് കാഷ്യൂ നട്ട് വെള്ളത്തിൽ കുതിർത്ത് പൊടിച്ചതാണ്, അരച്ചതാണ്. അത് 2 വശത്തും കുറേശ്ശെ ഒഴിക്കുകയാണ്. അതിൽ പകുതി ഞാനിപ്പോൾ ഈ സൈഡിലോട്ട് ഒഴിക്കുകയാണ്. ഇതൊരു ടേസ്റ്റ് അനുസരണേ ഉള്ളൂ. ഇപ്പം നമ്മളുടെ ഹോൾ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ 15 മിനിറ്റ് വീതം ലോ ഫ്ലെയിമിൽ 4 വശവും മറിച്ചിട്ട് റോസ്റ്റ് ചെയ്തു. ഇനിയിപ്പം പുറത്തേക്ക് എടുക്കാൻ പോവാണ്. സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ഇതാണ്. ഹോൾ ചിക്കൻ റോസ്റ്റ് എൻ്റെ
ഐഡിയ അനുസരിച്ച് ചെയ്തതാണ്. ഒരുവിധം കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഉദ്ദേശം 1 മണിക്കൂറോളം എടുക്കും. 15 മിനിറ്റ് വീതം 4 വശമാണ് ഞാൻ വെച്ചത്. പിന്നെ മാരിനേറ്റ് ചെയ്ത് ഒരു 5 മണിക്കൂർ വെച്ചു. ഓക്കെ, പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കുക.